നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടികയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. സെപ്റ്റിക് ടാങ്ക് ക്ലീനർ അറസ്റ്റിൽ. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ കാർ തോട്ടിലേക്ക് വീണു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം സംഗമേശ്വരന്റെ തൃപ്പുത്തിരി സദ്യയ്ക്ക് വേണ്ടിയുള്ള തണ്ടിക കോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു. വിശദമായ വാർത്തയിലേക്ക്. നാട്ടികയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. സെപ്റ്റിക് ടാങ്ക് ക്ലീനർ അറസ്റ്റിൽ. നാട്ടികയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണത്തിന് ശ്രമിച്ച ആളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയും കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവുമായ നെയ്വേലി വീരമണിയാണ് പിടിയിലായത്. വീരമണി നാട്ടികയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ജോലി ചെയ്തുവരുന്ന ആളാണ്. ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. വാടനപ്പള്ളി തൃത്തല്ലൂർ അമ്പലത്ത് വീട്ടിൽ നിസാർ എന്നയാളുടെ നാട്ടിക JK തിയേറ്ററിന് സമീപത്തുള്ള ഒഴിഞ്ഞു കിടന്നിരുന്ന തറവാട് വീടിന്റെ വാതിൽ കല്ലുകൊണ്ട് പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുന്നതിനിടെ വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ വീരമണി വീടിന്റെ ടെറസിലേക്ക് കയറി ഒളിക്കുകയും നാട്ടുകാർ വലപ്പാട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. വീരമണി ഗുരുവായൂർ, വലപ്പാട്, കൊടുങ്ങല്ലൂർ, മതിലകം, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 3 മോഷണ കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത്. വള്ളത്തിലുണ്ടായിരുന്ന 16 തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു. വള്ളം മുങ്ങിയ സ്ഥലം GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടിട്ടില്ല. വള്ളത്തിലെ 2 എഞ്ചിനുകൾ, വല, GPS സംവിധാനം, തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു. വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു. ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും 20ഓളം തൊഴിലാളികളുടെയും ഏക വരുമാന മാർഗമാണ് കടൽ വിഴുങ്ങിയത്. ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിലെ യാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മതിലകം ബൈപ്പാസിലെ പള്ളിവളവ് അടിപ്പാതയ്ക്ക് തെക്ക് ഭാഗത്തായി ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. 4 ദിവസം മുൻപാണ് സ്ലാബ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ മണ്ണിട്ടുറപ്പിക്കുകയും ബെൽറ്റ് പിടിപ്പിക്കുന്നതിന് മുൻപാണ് സ്ലാബ് വീണത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാഹനം മുകളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ വൈബ്രേഷൻ മൂലമാണ് സ്ലാബ് ഇളകി വീണതെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് വിയത്തുകുളം PWD കോളനിയിൽ താമസിക്കുന്ന മൂത്തോളാൻ വീട്ടിൽ 52 വയസ്സുള്ള സിബി എന്ന ഉണ്ണികൃഷ്ണനെയാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചൊവ്വാഴ്ച ഇയാളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് 10 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് സംസ്കരിക്കും. തെക്കേന നടയിൽ GST ഓഫീസ് പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന അഴീക്കോട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്.
ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. കാർ സ്റ്റാർട്ട് ചെയ്യും മുൻപേ ഹാൻഡ് ബ്രേക്ക് വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കാർ ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം സംഗമേശ്വരന്റെ തൃപ്പുത്തിരി സദ്യയ്ക്ക് വേണ്ടിയുള്ള തണ്ടിക പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു. ഇളം മുള അറുത്തെടുത്ത് അതിൽ കദളിപ്പഴം, നേന്ത്രപ്പഴം, വാഴക്കുലകൾ എന്നിവയും പനയോല കൊണ്ട് നെയ്തെടുത്ത വട്ടികയിൽ കുരുമുളക്, വഴുതനങ്ങ, ഇടിയൻ ചക്ക, മാങ്ങ, ഇഞ്ചി, പയർ, വെറ്റില, അടയ്ക്ക, നെല്ല്, അരി, നെയ് എന്നിവയും കൈതോല കൊണ്ടുണ്ടാക്കിയ വട്ടികയിൽ ഉണക്കലരിയും ചുമന്നലരിയും ചുമന്നാണ് തണ്ടിക പുറപ്പെടുന്നത്. കോട്ടയിലെ ദേവസ്വം ഭൂമിയിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തുവരുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗം അപ്പു മാടപ്പാട്ടാണ് സംഘത്തിനെ ഏകോപിപ്പിക്കുന്ന മേധാളായിരുന്നത്. വാൾ പരിചയമേന്തി പണിക്കശ്ശേരി കുടുംബാംഗമാണ് പുറപ്പാടിനെ നയിച്ചത്. പത്തരത്തണ്ട്, കദളിപ്പഴവും മറ്റ് ഔഷധങ്ങൾ അടങ്ങിയ വട്ടിയുമായാണ് തണ്ടിക പുറപ്പെട്ടത്. നാട്ടുകാർക്കായി സദ്യയും ഒരുക്കിയിരുന്നു. പുറപ്പാടിന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയകുമാർ, ഡോക്ടർ മുരളി ഹരിതം, GS രാധേഷ്, ബിന്ദു K എന്നിവരും MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ, കൌൺസിലർ വാത്സൻ ചമ്പക്കര, VO പൈലപ്പൻ തുടങ്ങിയവർ തണ്ടിക പുറപ്പാടിന് നേതൃത്വം നൽകി. ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ബേനസീർ മൊയ്തീൻ സ്വാഗതം ആശംസിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ് എന്നിവർ സംസാരിച്ചു. അങ്കണവാടിക്കും സബ് സെന്ററിനുമായി സ്ഥലം വിട്ടു നൽകിയ വണ്ടിക്കൽ ബീവിയെ യോഗത്തിൽ ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ 75 രൂപ കൂടി. ഗ്രാമിന് 11,220 രൂപ, പവന് 89,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടികയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. സെപ്റ്റിക് ടാങ്ക് ക്ലീനർ അറസ്റ്റിൽ. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ കാർ തോട്ടിലേക്ക് വീണു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം സംഗമേശ്വരന്റെ തൃപ്പുത്തിരി സദ്യയ്ക്ക് വേണ്ടിയുള്ള തണ്ടിക പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്.
വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.